രാധയെ കണ്ണൻ അധ്യായം 11. തങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗംഗാമാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കുഞ്ഞ് തങ്ങൾക്ക് പ്രാപ്തമായതെന്ന് തോന്നി രാധയ്ക്ക്. അവനെ താഴെ വയ്ക്കുവാൻ തോന്നിയില്ല രാധയ്ക്ക്. അവനും അത് ഇഷ്ടപ്പെട്ടില്ല. മാതാവിന്റെ ദേഹത്ത് ചാഞ്ഞുറങ്ങാനാണ് അവന് ഇഷ്ടപ്പെട്ടത്. അവൻ രാധയെ സ്പർശിച്ചപ്പോൾ അവർ കളക്കാനാകാത്ത വികാരങ്ങൾ അനുഭവപ്പെട്ടു. അവൻ ഉറങ്ങി എണീക്കുന്നത് വരെ അവർ അവനെ കൈകളിലേന്തിയിരുന്നു. അവൻ ഉറക്കം വിട്ടെഴുന്നേറ്റപ്പോൾ മാതാവിന്റെ കരങ്ങളിലാണെന്ന ബോധം അവനെ സന്തോഷവാനാക്കി. അവൻ തന്റെ സന്തോഷം ശബ്ദങ്ങളാൽ പ്രകടിപ്പിച്ചു. കുറച്ചു ദിവസം കൊണ്ട് രാധയും കുഞ്ഞും വേർപിരിയാനാവാത്ത വിധം ഇണങ്ങിയിരുന്നു. അവരെ ഇരുവരെയും അപ്രകാരം കണ്ട അതിരഥന് കുഞ്ഞിനെ ഭീഷ്മരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാര്യം പറയാൻ കഴിഞ്ഞില്ല. ഇത്രയും നാൾ ഈ ഗ്രഹത്തിലില്ലാത്ത സന്തോഷമാണ് ഈ പിഞ്ചു കുഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റുള്ളവരെ പോലെ തങ്ങളും ഇപ്പോൾ മാതാപിതാക്കളായിരിക്കുന്നു. ഇവനെ അദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുക്കാൻ താനും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ക്ഷത്രിയ രാജകുമാരന് ഒരു സൂതവംശത്തിൽ എങ്ങനെ ജീവിക്കാനാകും? നാളെ അവന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമാകില്ലേ? ഇതിനെപ്പറ്റി അവൻ ചോദിച്ചാൽ തങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങളാണ് എൻ്റെ ഭാവി നശിപ്പിച്ചതെന്ന് അവൻ പറഞ്ഞാൽ തങ്ങൾക്ക് എന്തു ചെയ്യാനാകും? അവൻ ചോദിക്കുന്നത് ന്യായവുമാണ്. എന്താണ് ചെയ്യുക? സ്വയം ചിന്തയിലാണ് അതിരഥൻ. കുഴപ്പിക്കുന്ന ചിന്തകൾ കാരണം അതിരഥൻ വല്ലാതെ വിഷമിച്ചു. രാധയുടെ സന്തോഷം കാണുമ്പോൾ അതിരഥൻ മൗനം പാലിക്കും. അവളുടെ സന്തോഷത്തിനു വേണ്ടി താൻ എന്തു തന്നെ ചെയ്യാനും തയ്യാറാണ്. പക്ഷേ തങ്ങൾ ഈ കുഞ്ഞിനോട് അനീതിയാണ് കാട്ടുന്നതെന്ന കുറ്റബോധം അയാളെ അസ്വസ്ഥനാക്കി. കുറച്ച് ദിനരാത്രങ്ങൾ കഴിഞ്ഞാണ് അതിരഥൻ രാധയോട് ഈ കാര്യം സംസാരിച്ചത്. രാധേ, നീ കുഞ്ഞിനെ കിട്ടിയപ്പോൾ പതിയെ മറന്നോ? അങ്ങനെയൊന്നുമില്ല സ്വാമി. അവൻ നമ്മെ പിരിഞ്ഞ് ഇരിക്കുവാൻ തയ്യാറല്ല. നാമും അവനെ പിരിവാൻ തയ്യാറല്ല. രാധേ, ഈ കുഞ്ഞ് നമ്മുടേതല്ലെന്ന് നിനക്ക് ഓർമ്മ വേണം. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എന്നെങ്കിലും ഇവനെ അന്വേഷിച്ചു വന്നാൽ നമ്മൾ ഇവനെ നൽകിയേ മതിയാകൂ. മാത്രവുമല്ല, ഈ കുഞ്ഞ് ഒരു ക്ഷത്രിയ രാജകുമാരനാണ്. അതിരഥന് രാധയുടെ ആഗ്രഹത്തിന് വഴങ്ങേണ്ടി വന്നു. അതിരഥനും കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ടായില്ല. അവരിരുവരും അവന് കർണൻ എന്ന നാമധേയം നൽകി. അവന് കവചവും കുണ്ടലവും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു നാമം ഇട്ടത്. കർണനാണെങ്കിൽ തൻ്റെ മാതാവിനെ എവിടെയും പോകുവാൻ അനുവദിക്കില്ല. തൻ്റെ സമീപത്ത് തന്നെ മാതാവ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ അവൻ കരഞ്ഞ് ബഹളം വയ്ക്കുന്നതാണ്. അവൻ നിദ്ര പൂണ്ടാലും ഉണർന്നു കഴിയുമ്പോൾ മാതാവിനെ സമീപത്ത് കണ്ടില്ലെങ്കിൽ നിലവിളിക്കുന്നതാണ്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കർണൻ 10 വയസ്സുള്ള ബാലകനായി തീർന്നു. കർണൻ തൻ്റെ മാതാവിനെ സഹായിക്കുകയും ഒരു സാരഥിയാകുവാനും അവന് സാധിച്ചു. ചെറിയ പ്രായത്തിൽ കുതിരയെ ഓടിക്കാനും അവന് കഴിഞ്ഞു. തൻ്റെ പിതാവിനെ ദർശിക്കുവാൻ വന്ന യോദ്ധാവിന്റെ കരങ്ങളിൽ അമ്പും വില്ലും കണ്ട് കർണന് അത്ഭുതമേറി. അവനും ഒരു ക്ഷത്രിയ യോദ്ധാവിനെ പോലെ ഒരു യോദ്ധാവായി തീരണമെന്ന മോഹം ജനിച്ചു. അവനും വിദ്യ പ്രാപ്തമാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അവൻ തനിയെ തന്നെ ഒരു അമ്പും വില്ലും ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് എയ്തു പഠിക്കുവാൻ തുടങ്ങി. കർണൻ എയ്തു പഠിക്കുന്ന സമയത്ത് അവന്റെ അടുത്ത ഗ്രഹങ്ങളിലെ കുട്ടികൾ കളിക്കുകയായിരുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്നാണ് കളി. പന്ത് കളിയായിരുന്നു. അവരുടെ കളികളിലൊന്നും കർണന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ വിദ്യ പ്രാപ്തമാകണമെന്ന ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർണന്റെ നേത്രങ്ങൾ ഒരു പെൺകുട്ടിയിൽ തറഞ്ഞു നിന്നിരുന്നു. അവളുടെ നാമമാണ് വൃഷാലി. പെൺകുട്ടികളുടെ നേതാവാണ് അവൾ. അവളുടെ മുഖം ദർശിക്കുമ്പോൾ തനിക്ക് അവളോട് സ്നേഹമാണ് തോന്നുന്നത്. ആ കണ്ണുകൾ ദർശിക്കുമ്പോൾ അവളോട് തോന്നുന്ന വികാരം മനസ്സിലാവുന്നില്ല. അവളോട് ഏറെ നാളായി സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും തന്നെ സംസാരിക്കുവാൻ സാധിക്കാറില്ല. അവൾ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. അവൾ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാറില്ല. ചില സമയങ്ങളിൽ അവൾ അഹങ്കാരിയായിട്ടാണ് തോന്നാറുള്ളത്. ഒരു ദിനം അവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പന്ത് കിണറ്റിലേക്ക് പോയി. പന്ത് എങ്ങനെ എടുക്കുമെന്ന് അവർ സംശയിച്ചു നിന്നപ്പോൾ സഹായത്തിനായി നാം മുൻപിലെത്തി. അവളോട് സംസാരിക്കുവാനും ഇടപഴകുവാനും വേണ്ടിയുള്ള ശ്രമമായിരുന്നത്. നല്ല ആഴമുള്ള കിണറായിരുന്നത്. നാം ആ കിണറിലേക്കിറങ്ങി ആ പന്തെടുക്കുവാൻ അവരെ സഹായിച്ചു. അവർ അവരുടെ കളികളിൽ നമ്മെയും ഉൾപ്പെടുത്തി. അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം നാം അവരോടൊപ്പം കളിക്കുവാൻ തയ്യാറായി. രാധയെ കർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.